സിറ്റിയിലെ നൈറ്റിലുള്ള കാഴ്ചകളെല്ലാം സൈക്കിളിൽ നടന്ന് ചുറ്റി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും ഞാൻ നോക്കണം. ഞാൻ കണ്ണേറ്റി പാലത്തിന് മണ്ടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഫോളോ. ഓക്കെ, കണ്ണേറ്റി പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ സൈക്കിളിൽ ഒന്ന് ചവിട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കരുനാഗപ്പള്ളി സിറ്റിയുടെ കുറച്ച് കാഴ്ചകൾ, കാര്യം ഒരുപാടൊന്നും കാണിക്കാൻ പോകത്തില്ല. കാര്യം നൈറ്റ് നമ്മൾ സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയത്, കാര്യം സ്വസ്ഥമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പകൽ ഭയങ്കര തിരക്കായിരിക്കും. എന്തായാലും നൈറ്റിൽ നമുക്കുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. കാര്യം ഒരുപാട് നാളായിട്ട് ഗൾഫിലൊക്കെ പോയിരിക്കുന്നത് നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലെ കണ്ടിട്ടില്ലാത്തവർ ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചുമ്മാന്ന് സൈക്കിളുമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും കരുനാഗപ്പള്ളിയൊക്കെ കുറേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം കാഴ്ചകളൊക്കെ ഇത് കാണിക്കാം. നല്ലോണം അണയ്ക്കുന്നുണ്ട്. കാര്യം ഒരുപാട് നാളായി സൈക്കിളിൽ കിട്ടിയിട്ട്. കാര്യം പാലം കയറി ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാം. അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബേഴ്സ് മെയിനാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമേ നമുക്ക് ഇനിയും ചാനൽ ഓരോ ക്ലിപ്പുകൾ ചെയ്യാനൊക്കത്തുള്ളൂ. മെനക്കെട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. അതേപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മെയിനായിട്ട് സബ്സ്ക്രൈബ് മെയിനായിട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ പന്മന ഗ്രാമപഞ്ചായത്ത് സ്വാഗതം. കരുനാഗപ്പള്ളി നമ്മുടെ കന്നേറ്റി പാലം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള പോർഷനാണ്. ഇവിടെ താഴെ നമ്മുടെ കന്നേറ്റി പള്ളി കാണാം. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ്, ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ അവിടെ സൈക്കിൾ തിരിച്ചിട്ട് നേരെ കരുനാഗപ്പള്ളി സിറ്റിയിലേക്ക് പോകണം. തുരുതുരാന്ന് വണ്ടിയാണ് കേട്ടോ. അപ്പം ഈ നല്ല ക്ലൈമറ്റാണ് ഇവിടെ. താഴെ ഒരു ബോട്ട് ജെട്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് കാണിക്കാം. എന്തായാലും ഞാൻ സൈക്കിളിൽ പെയ്യെ ഞാനങ്ങോട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് എൻ്റെ കാഴ്ചകൾ കാണാം. മച്ചന്മാരെ, അപ്പം നമ്മൾ ലാലാജി ജംഗ്ഷൻ കറോട്ടുമുക്ക് ആ ഭാഗമൊക്കെ എത്തിയിരിക്കുകയാണ്. അത് കരുനാഗപ്പള്ളി നമ്മുടെ KSRTCക്ക് തെക്കുവശമാണ്. എച്ച്.ആൻഡ്.ജെ. കണ്ടാൽ നിങ്ങൾ എച്ച്.ആൻഡ്.ജെ. നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളനാപുരത്ത് അഴീക്കൽ ബീച്ച് അങ്ങനെയൊക്കെ പോകാൻ സാധിക്കും. അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് വടക്കോട്ട് വിടുമ്പോഴത്തേക്കിന് KSRTC ബസ് സ്റ്റാൻഡുണ്ട്. അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് തന്നെയാണ് നമ്മുടെ പേൾ ഹോസ്പിറ്റൽ, TMB തിയേറ്റർ, പുട്ടുകട. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടെയാണ്. ഈ കരുനാഗപ്പള്ളി സ്റ്റാൻഡിൻ്റെ തൊട്ട് തെക്കേ വശമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പേൾ ഹോസ്പിറ്റൽ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്, അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ TMB പ്രവർത്തിക്കുന്നത്. TMB തിയേറ്ററാണ് കേട്ടോ. അത് പൂട്ടിക്കിടക്കുകയാണ്. നമ്മുടെ കോവിഡൊക്കെ വന്നിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. ചമ്മര അടുത്ത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ പുട്ടുകടയാണ് കേട്ടോ. പുട്ടുകട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കരുനാഗപ്പള്ളി 24 hours തുറന്നിരിക്കുന്നൊരു കടയാണ് നമ്മുടെ പുട്ടുകട. എല്ലാവരും പുട്ടുകടയിൽ നിന്ന് കണ്ടോണേ, വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടുകട. കാര്യം ഇവിടെ കലാപരിപാടിക്കൊക്കെ വരുമ്പോഴത്തേക്കിന് ഒരുപാട് താമസിച്ച ആൾക്കാർ വരുമ്പോൾ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നു. കാര്യം മിക്കവാറും ഉള്ളവർക്കെല്ലാം അറിയാം നമ്മുടെ കരുനാഗപ്പള്ളിയിലെ പുട്ടുകട. കാര്യം വിശന്ന് വലഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഇത് തുറന്നിരിക്കുമ്പോൾ വലിയൊരു ആശ്വാസമായിരിക്കും. അപ്പം കലാകാരന്മാരായിട്ടുള്ളവർക്ക്, ഗൾഫിൽ പോയിട്ട് വരുന്നവർക്കെല്ലാം അറിയാം. ഇനി നമ്മൾ കുറച്ചും കൂടി വടക്കോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡ്, ആനവണ്ടി താവളമാണ് തൊട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത്. ഇതാണ്ട് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആനവണ്ടി താവളം. അപ്പം ഇത് നല്ല ചെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന നല്ല തിരക്കുള്ള ഒരു സ്റ്റാൻഡായിരുന്നു ഇത്. ഇപ്പം കോവിഡൊക്കെ വന്നിട്ട് മൊത്തം ബ്ലോക്കായി പോയതാണ്. പക്ഷെ നൈറ്റിലുള്ള ഈ ഒരു എഫക്ട്സ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളിതൊന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ വ്ളോഗിന് വേണ്ടി ചെയ്തപ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ നമുക്ക് ഉണ്ടായി. അപ്പോൾ എന്തായാലും നല്ലൊരു ബ്യൂട്ടിയാണ് ആ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ തൊട്ടടുത്ത് ആര്യാസ് ഹോട്ടൽ, അതേപോലെ ഒരുപാട് ലോഡ്ജുകളും റൂമും ബാറും അതേപോലെ എല്ലാം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ചെലവാക്കുന്നില്ല, നിങ്ങളെന്തായാലും കണ്ടോളുക. ഓക്കെ, sorry ass DJ. മെച്ചന്മാരെ, ഇതാണ് നമ്മുടെ കരുനാഗപ്പള്ളി ഒരു സെൻറ്റർ പോർഷനാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ സിവിൽ സ്റ്റേഷൻ, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കരുനാഗപ്പള്ളി അമ്പലം, പിന്നെ അതേപോലെ തന്നെ ഈ സിവിൽ സ്റ്റേഷൻ്റെ തൊട്ട് തെക്കേപ്പുറത്താണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ, തൊട്ടപ്പുറത്ത് ബാറ്, പിന്നെ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് നമ്മുടെ ഈ സിവിൽ സ്റ്റേഷൻ സിഗ്നലിനടുത്ത് നേരെ കിഴക്കോട്ട് കിടക്കുന്ന റൂട്ട് നിങ്ങൾക്ക് കാണാം.
അപ്പം അത് ഞാൻ പിന്നീട് കാണിക്കാം. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ്ട് ഇവിടുന്ന് നേരെ കിഴക്കോട്ട് കിടക്കുന്ന റൂട്ടാണ് നമ്മുടെ മാർക്കറ്റ് റോഡ്, ചന്തയിലേക്കൊക്കെ പോകുന്നത്. അതാണ്ട് റോഡ് കണ്ടല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കരുനാഗപ്പള്ളിയുടെ മെയിൻ ഹൃദയം ഇവിടാണ് ആക്ച്വലി. അപ്പം തുരുതുരാന്ന് രാത്രികളൊക്കെ ഒരുപാട് വണ്ടികളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനെന്തായാലും ഇവിടെ നിന്നൊരു ടേൺ ചെയ്തിട്ട് തിരിച്ച് ഞാൻ ആ മാർക്കറ്റിനകത്തോട്ടൊന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് എല്ലാവർക്കും പരിചയം കാണും, കരുനാഗപ്പള്ളിക്കാരായിട്ടുള്ള എല്ലാവർക്കും പരിചയം കാണും. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നേരത്തെ കാണിച്ച ആ മാർക്കറ്റ് റോഡിലേക്ക് ഞാൻ കയറിയാണ്. അപ്പം ലെഫ്റ്റ് സൈഡിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്. ആ അമ്പലത്തിൻ്റെ തൊട്ട് വാതിക്കലാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്. ഇവിടെ ആട്ടോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പോസ്റ്റൽ ജുവലേഴ്സ് കണ്ട് ഇപ്പം എന്താണ്ട് പുതിയ ബിൽഡിങ്ങിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളിയിലെ പ്രൈവറ്റ് സ്റ്റാൻഡ് ഇതാണ്. അതായത് കിഴക്കൻ റൂട്ടിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മാർക്കറ്റിലേക്ക് ജസ്റ്റ് പതുക്കെ ഒന്ന് പോകാം. അങ്ങനെ മാർക്കറ്റിലേക്ക് പോകുമ്പം തൊട്ട് റൈറ്റ് സൈഡിലോട്ടൊരു വഴി കാണാം. അപ്പോൾ അതിലേക്കൂടെ കയറുമ്പോൾ നമ്മൾ തുപ്പാശ്ശേരി ക്ലോത്ത് സെൻറ്റർ, ഇലക്ട്രോണിക്സ് മാർക്കറ്റ്, ആ സൈഡൊക്കെ ഇലക്ട്രോണിക്കും അങ്ങനെ ഒരുപാട് കമ്പോളങ്ങൾ, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ട്. നമ്മളെന്തായാലും നേരെ കിഴക്കോട്ട് പോകാം. ലെഫ്റ്റ് സൈഡിൽ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങ് കിഴക്കോട്ട് ചെല്ലുമ്പോൾ നമുക്കവിടെ ഒരു തിയേറ്റർ ഉണ്ട്. അതായത് കൃഷ്ണ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന പടം ഏതാണെന്ന് അറിയില്ല, എന്തായാലും നമുക്കൊന്ന് നോക്കാം. ചാണ്ട നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കണം. ഇതാണ് നമ്മുടെ തിയേറ്റർ, കൃഷ്ണ തിയേറ്റർ. ഇതാണ് നമ്മുടെ കൃഷ്ണ തിയേറ്റർ. ഇത് ഇപ്പോൾ ഇവിടെ ഓടുന്നത് ജയസൂര്യയുടെ വെള്ളമാണ് ഓടുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് നാൾ പൂട്ടിക്കിടന്നതാണ്. എന്തായാലും ഇപ്പം തുറന്നിട്ടുണ്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു തിരക്ക് തന്നെയാണ്. കാര്യം പകലൊക്കെ ആണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഭയങ്കര തിരക്കുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമുക്ക് വണ്ടി തിരിക്കാനുള്ള ഒരു സാവധാനം പോലും കിട്ടില്ല. മൊത്തം ചൂടും ബഹളവും കാര്യങ്ങളും മാർക്കറ്റ്, അങ്ങനെ ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ നൈറ്റിൽ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം നമുക്ക് പതിയെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും ബ്ലോക്ക്ഡ് ആയിപ്പോകും. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു കാര്യം എന്നോട് ക്ഷമിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ്. അതിൻ്റെ പേരിൽ പിന്നെ ചെറിയൊരു ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നൈറ്റിലൊക്കെ ആകുമ്പം ലൈറ്റ് കുറവും അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ കാണാം. പിന്നെ സൈക്കിളിലാണ് പോകുന്നത്. അപ്പം ഈ മാക്സിമം ജെർക്കിങ് വരും, കിടന്ന് വൈബ്രേഷൻ ചെയ്ത് വീഡിയോസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെറിയ പോരായ്മകൾ, നമ്മൾ സാമ്പത്തികമായിട്ട് ഇഷ്യൂസ് ഉള്ളതിൻ്റെ പേരിലാണ്. അപ്പം നിങ്ങൾ ഒന്ന് പ്രൊമോട്ട് ചെയ്താലേ, നമ്മുടെ ഈ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ഒരു ചെറിയ എന്തെങ്കിലും ഒരു വരുമാനമൊക്കെ ഇതിനകത്തൊന്ന് കിട്ടി തുടങ്ങുള്ളൂ. നമ്മുടെ ചന്തയിലോട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ വിധത്തിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. ക്ലോത്ത് കടയുണ്ട്, അതേപോലെ വിളക്ക്, അങ്ങാടിക്കട, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും ചന്ത റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇലക്ട്രോണിക്സിൻ്റെ ഒരുപാട് ഐറ്റംസ്, മെഷീനറീസ്, ഹോൾസെയിൽ. ഇത് ഒരു ഗാർമെൻറ്റ് സ്ഥാപനമാണ്, അവിടെ ഒരു ഹോട്ടൽ നടത്തുവാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ റൈറ്റ് റൂട്ട് പോകാൻ പറ്റും. ഇത് ഈ ചന്തയുടെ മധ്യഭാഗത്തു കൂടിയാണ്ട് റൈറ്റിലോട്ടൊരു വഴിയുണ്ടാകും. അത് നമ്മൾ നേരെ പോകുമ്പോൾ നേരെ നമ്മൾ ആദ്യം കണ്ട KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് തെക്കേ സൈഡിൽ ചെല്ലും. ഇവിടെയൊക്കെ ഒരുപാട് മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിന് അകത്തോട്ട് മൊത്തം മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ റയാനാണ് കേട്ടോ, റയാൻ തുണിക്കടയാണ്. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി സിറ്റിക്കകത്തുള്ള കുറേ പോർഷൻസാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് പിടിച്ച് അങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ തുപ്പാശ്ശേരിയുടെ ഒരു എൻട്രൻസ് അവിടെ ഉണ്ട്. പിന്നെ ഇച്ചിരിയും കൂടെ നമ്മൾ ഈ സിറ്റിക്കകത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ട അമ്പലത്തിൻ്റെ സൈഡിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ആ തുപ്പാശ്ശേരിയുടെ ആദ്യത്തെ ആ ഒരു കമാനം, പണ്ടത്തെ ഒരു എൻട്രി നമുക്കിവിടെ കാണാം. ഇതാണ് മെയിൻ എൻട്രൻസ് നമ്മുടെ തുപ്പാശ്ശേരിയുടെ. അതിൻ്റെ സൈഡിലെല്ലാം മൊബൈൽ കട, പിന്നെ ഫാൻസി സെൻറ്റർ, പിന്നെ ഇലക്ട്രോണിക്സ് കട, പിന്നെ അതേപോലെ ഒരുപാട് സംഗതികളുണ്ട്. കരുനാഗപ്പള്ളി ഫുള്ള് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ബിസിനസ്സുകാർ, തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് വന്നിറങ്ങിയത്. കണ്ട അമ്പലത്തിൻ്റെ മതിൽ കണ്ട. പിന്നീട് നമ്മൾ കരുനാഗപ്പള്ളി നമ്മൾ തെക്കോട്ട് പോകുമ്പോഴത്തേക്കും റോഡ് സൈഡിൽ മൊത്തം, പിന്നെ ഇത് നമ്മുടെ
കന്നിറ്റി പാലമാണ്. കന്നിറ്റി പാലത്തിൽ രാത്രിയുള്ള ഒരു ഷോട്ട്സാണ്. കംഫർട്ട്, ദാഹിച്ച് വരുന്നവർക്ക് അത്യാവശ്യം വെള്ളം കുടിക്കാനുള്ള ഒരു കംഫർട്ടാണത്. അത് നമ്മുടെ പുള്ളിക്കാർക്കെല്ലാം അറിയാം. പിന്നെ അതേപോലെ റൂമും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഇത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡല്ല കേട്ടോ, സോറി, സ്റ്റോപ്പാണ്, ബസ് സ്റ്റോപ്പാണ്. ഒരു സാധു മനുഷ്യൻ ഇരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെയൊക്കെ ശരണം തട്ടുകട. വലിയ 5 സ്റ്റാർ ഹോട്ടലൊന്നും കയറി ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ കരുനാഗപ്പള്ളിയിലുള്ള പെട്ടെന്നുള്ള ഒരു തട്ടുകടയാണ്. അവിടെ കയറിയിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് നമുക്ക് പോകാം. പക്ഷെ നല്ല ടേസ്റ്റി ഫുഡാണ് അവിടെ കിട്ടുന്നത് കേട്ടോ. പിന്നെ അതേപോലെ അറേബ്യൻ ജ്വല്ലറി ഇതാണ്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. കംഫർട്ടിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ്. പിന്നെ എസ് ഭാരത് എന്ന് പറയുന്ന നമ്മുടെ തുണിക്കട, കരുനാഗപ്പള്ളി ഏറ്റവും വലിയൊരു തുണിക്കടയായിട്ട് മാറിയിരിക്കുന്ന എസ് ഭാരതാണത്. പിന്നെ വീണ്ടും വിജയബാർ, പിന്നെ നമ്മുടെ കോട്ടക്കുഴി ധന്യ എന്നൊക്കെ പറയുന്ന സൂപ്പർ മാർക്കറ്റാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതൊന്ന് തീ പിടിച്ച് പോയതാണ്, പിന്നെ റീകണ്ടീഷൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ തൊട്ട് വടക്കേ സൈഡിലാണ് AM ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. AM ഹോസ്പിറ്റൽ അതും ഒരുപാട് പുരോഗമനവും കാര്യങ്ങളൊക്കെ ആയി. ഫ്രണ്ടൊക്കെ മോഡുലേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ. ഇനി നമ്മൾ കുറച്ചും കൂടെ വടക്കോട്ട് പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഹൈസ്കൂൾ, അതായത് ഗേൾസ്, മോഡൽ സ്കൂള്, ഗേൾസ്, അതൊക്കെ ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഈ പൂക്കടയുടെയൊക്കെ തൊട്ട് വടക്കേപ്പുറത്ത്, അതായത് മുമ്പേ കണ്ട എമ്മിൻ്റെയൊക്കെ എം ഹോസ്പിറ്റല്, പോസ്റ്റ് ഓഫീസിൻ്റെയൊക്കെ തൊട്ട് വടക്കേ ജംഗ്ഷനാണ് ഹൈസ്കൂൾ ജംഗ്ഷൻ. അവിടെയാണ് സിദ്ദീഖ് എന്ന് പറയുന്ന ഇക്കയുടെ കടകൾ, ഈ KC സെൻറ്റർ, പിന്നെ അതേപോലെ മലബാറോ, ഗോൾഡ്, അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് അവിടെ. അപ്പം അതെല്ലാം നമ്മൾ കണ്ടിട്ട് നേരെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ശാലംകുടി വടക്കോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് മോഡൽ സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം ഈ ഹൈസ്കൂൾ ജംഗ്ഷന് തൊട്ട് വടക്കേ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കിന് ഭയങ്കരമായ ബിസിനസ്സുപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ചായ, കടി ഒക്കെ ഒരുപാട് ആൾക്കാർ, കാര്യം ഒരുപാട് വിദേശികളായിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെ വന്നിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവിതമാർഗം അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. വെറൈറ്റി ഐറ്റമാണ്. കാര്യം ചായയും കടി, 5 രൂപ കടിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഉഴുന്നുവട, അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. സമൂസ, പിന്നെ അതേപോലെ ബജി, പിന്നെ മുട്ട ബജി, അങ്ങനെ ഒരുപാട് പറയാൻ പറ്റില്ല, അത്രയും ഐറ്റംസ് അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തുക അതിൻ്റെ പേരിൽ ഒന്ന് കടിച്ചു കുടിക്കുക എന്നുള്ളത് സാധാരണ നമ്മളെയൊക്കെ ഒരു ശീലമായി. അപ്പോൾ അതുകൊണ്ട് നൈറ്റിൽ തന്നെയും ഇത് ഫ്രൂട്ട്സ്, അതേപോലെ പച്ചക്കറികൾ, എല്ലാ കാര്യങ്ങളും അവിടെ നിരത്തിയിട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ തൊട്ട് വടക്കേ സൈഡിലാണ്. പിന്നീട് ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ചെറുപ്പക്കാർ കുറേ ടീംസ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെല്ലാം ഞാനവിടെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. നിതാക്കത്തെന്നും പറഞ്ഞ് കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഹോട്ടൽ നമ്മൾ കണ്ടു. അതിൻ്റെ മേക്കിംഗ് ഒക്കെ നമ്മുടെ കുട്ടികളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ നിന്ന് മേക്ക് ചെയ്യുന്നത്. നല്ല ചെറുപ്പക്കാരാണ്. ഷവർമയും ഷവായും എല്ലാം സെറ്റപ്പ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ കൊതിയാവുന്നു. അത് കണ്ടപ്പം തന്നെ കൊതിയാവുന്നുണ്ട്. കാരണം നല്ല മേക്കിങ്, നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കിനും മസാല ചായ എന്നാണ് പറഞ്ഞത് കേട്ടോ. മസാല ചായ, അത് ബൂസ്റ്റോ എന്തൊക്കെയോ ഇട്ടിട്ടാണ് അവർ അത് ചെയ്യുന്നത്. പക്ക ടേസ്റ്റാണ് അത് കേട്ടോ. ഞാനൊന്ന് മേടിച്ച് കുടിച്ച് നോക്കി, കിടുവായിരുന്നു. അപ്പോൾ അവിടെ വയ്ക്കുന്ന ഒരു ടീമും കൂടെ വന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റ് പൊടിയും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ കിടു സംഗതിയാണെന്നാണ് പറയുന്നത്. എന്റെ പേരെന്താ? വാഹിദ്. ചായയുടെ പേരെന്താ? മസാല ചായ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ കരുനാഗപ്പള്ളിക്കാരുടെ ഒരു മസാല ചായ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ചുള്ളന്മാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ വടക്കുവശമാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്കൂടെ വരുമ്പോഴത്തേക്കിനും ഒരു മസാല ചായ ഒക്കെ മേടിച്ച് അടിച്ച് നോക്കുക. അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ഒരു അഭിപ്രായം കണ്ടു. പൊളി സാധനമാണ്. അപ്പം എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. ഓക്കെ.
അടുത്തതായി നമ്മൾ കാണുന്നത് കരുനാഗപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയാണ്. ഒരുപാട് പുരോഗമനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പണ്ടത്തെ കൂട്ടല്ല, ഒരുപാട് സൗകര്യങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആംബുലൻസ് സർവീസും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഇതാ ഒരാൾ വരുന്നു. എന്തായാലും ഞാൻ സൈക്കിളിലാണ്, എനിക്ക് പണിയേറാൻ ഞാൻ എപ്പോഴേ എസ്കേപ്പ് ആവുകയാണ് അവിടുന്ന്. അപ്പോൾ എന്തായാലും നിരന്ന് കിടക്കുകയാണ്. നമ്മുടെ ആംബുലൻസ് സർവീസൊക്കെ ഒരുപാട് ധാരാളം ഉണ്ട് ഇവിടെ. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഇതിന് 2 വഴികളാണ്. ഒന്ന് നമ്മൾ നേരത്തെ കണ്ട തെക്കുവശം, രണ്ടാമത് കണ്ട ഈ കാണുന്ന വടക്കുവശത്തുള്ള പഴയ വഴി. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഇതൊക്കെയാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ കാഴ്ചകൾ ആശുപത്രിയുടെ. അപ്പം നമുക്ക് അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ തൽക്കാലം നിർവാഹമില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മുടെ കരുനാഗപ്പള്ളി തെക്കേപ്പള്ളിയാണ് മറ്റേ മുമ്പേ കണ്ടത്. ഇത് വടക്കേപ്പള്ളി, നമ്മുടെ സിയാറത്ത് പള്ളിയാണ്. ഷേഖുറങ്ങ് മണ്ണിൽ താജ്മഹൽ. അപ്പം ഞാൻ ഈ പള്ളിയെക്കുറിച്ചിട്ട് ചെറിയ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പള്ളി സ്പെഷ്യലായിട്ട് എടുത്തിട്ട് മാത്രം. അപ്പോൾ എന്തായാലും എൻ്റെ കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഇപ്പം രാത്രി വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, മറ്റേ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കച്ചവടക്കാരൊക്കെ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. കാര്യം നൈറ്റിലൊക്കെ ടൂറിസ്റ്റുകളും ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, സിയാറത്തിനൊക്കെ ദൂരെ നിന്നുള്ള ആൾക്കാർ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ട് ഏകദേശം കരുനാഗപ്പള്ളിയുടെ ഹൃദയഭാഗമായിട്ട് നമ്മുടെ പുതിയാവ് ജംഗ്ഷൻ ഈ പള്ളി വരെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവുകയാണ്. കാര്യം ഈ പള്ളി വെച്ചിട്ട് മെയിനായിട്ടും സ്റ്റോപ്പ് ആവുകയാണ്. പിന്നെ ഇതിന് വടക്കോട്ട് പോയ 2 സ്ഥാപനങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കണ്ടിട്ട് നിർത്തുകയാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന പുതിയാവാണ്, നിങ്ങൾക്കൊരു ബോർഡ് അവിടെ കാണാമായിരുന്നു. അപ്പോൾ പുതിയാവ് ജംഗ്ഷനിൽ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു മാർക്കറ്റുണ്ട്, അതിൻ്റെ ചെറിയൊരു മാർക്കറ്റുണ്ട്. അത്യാവശ്യം നൈറ്റിലൊക്കെ നിങ്ങളിവിടെ ഒരു 10 മണി വരെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ തുറന്നിരിക്കും. അതിനുശേഷം കലവറ എന്ന് പറഞ്ഞാൽ പഴയൊരു ഹോട്ടലുണ്ട് നമ്മുടെ പുതിയാവ് ജംഗ്ഷനിൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് പടം കണ്ടിട്ടുള്ള തരംഗം തിയേറ്ററാണ്, പുതിയാവ് ജംഗ്ഷനിലുള്ള തരംഗം തിയേറ്ററാണ് ഇവിടെ. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ സ്കൂളിൻ്റെ കമാനം നിങ്ങൾക്ക് കാണാൻ പറ്റും, പഴയ സ്കൂളിൻ്റെ. അതിനുശേഷം റോഡിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന് സിഗ്നലുണ്ട് പുതിയാവിൽ. അതേപോലെ തന്നെ 3 ട്രാക്കായിട്ട് മാറിയിട്ടുണ്ട്. താഴോട്ട്, അതായത് കാട്ടിൽക്കടവ് റൂട്ടിൽ പോകുന്നവർക്ക് താഴോട്ട് ഇറങ്ങി പോകാം, മുകളിലോട്ട് കയറി. പുതിയ റോഡിന് ഒരുപാട് പുരോഗമനവും കാര്യങ്ങളൊക്കെ വന്നേക്കാണ്. ഇപ്പോഴും കല്ലൊക്കെ ഇട്ടേക്കാണ്, കുറച്ചും കൂടെ വീതിയിലാക്കാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ തുറന്നിട്ടേക്കാണ്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടുന്ന് പാതിയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി, ഞാൻ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, എങ്കിലേ ഈ ഒരു ചാനലിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പം ബൈ ബൈ, കാണാം.